Wave Mile. നമസ്കാരം. പാക് അധീന കാശ്മീർ വീണ്ടെടുക്കാനുള്ള ഉദ്യമത്തിന് മുന്നോടിയായിട്ട് ചൈനയെയും നരേന്ദ്രമോദി തളച്ചിട്ടോ? ചൈനയുടെ രണ്ട് കരങ്ങളും കെട്ടിയിട്ടാണോ മോഡി POKയിലേക്കുള്ള നീക്കം തുടങ്ങിയത്? പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര നീക്കത്തിന്റെ പിന്നാമ്പുറങ്ങളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്നത്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം ആരെയും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. ഇന്നിപ്പോ ചൈനയുടെ ഒരു കോളനിയെ പോലെയാണ് പാകിസ്ഥാൻ നിലകൊള്ളുന്നത്. അവിടെ ആകെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ചൈനയുടേതാണ്. ആ ചൈന ഇത്രയൊക്കെ ഇന്ത്യ നീക്കങ്ങൾ നടത്തിയിട്ടും POK തിരിച്ചു പിടിക്കും അല്ലെങ്കിൽ POK ഇന്ത്യയുടേതാണെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് മിണ്ടാത്തത്? ചൈനയുടെ നാവ് അടങ്ങിയതല്ല, മിണ്ടാതായതല്ല, മിണ്ടാതാക്കിയതാണ്. അതാണ് നരേന്ദ്രമോദിയുടെ നയതന്ത്ര വിജയം. എങ്ങനെയാണ് ചൈനയെ ഒതുക്കിയത്, ചൈനയുടെ കൈകൾ കെട്ടിയത്? ഒരു മനുഷ്യത്വവുമില്ലാത്ത രാജ്യമാണത്. നയതന്ത്ര തലത്തിലെ ഒരു ധാർമ്മികതയും ഒരു മര്യാദയും പുലർത്താത്ത രാജ്യമാണ് ചൈന. ആ ചൈനയെ നിലയ്ക്ക് നിർത്താൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെങ്കിൽ POK ഇന്ത്യയുടെ അധീനതയിലാവാൻ, പൂർണ്ണമായ അധീനതയിലാവാൻ ഇനി ഏറെ ദിവസങ്ങൾ വേണ്ടി വരില്ല. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. 2014 നരേന്ദ്രമോദി അധികാരമേറ്റ ഉടനെ തന്നെ ചൈനീസ് പ്രസിഡന്റ് ജി ജിൻപിങ് ഇന്ത്യയിൽ വന്നിരുന്നു. ഗുജറാത്തിൽ വച്ചായിരുന്നു ആ കൂടിക്കാഴ്ച, അഹമ്മദാബാദിൽ വച്ചിട്ട്. രണ്ട് നേതാക്കളും സബർമതി ആശ്രമം സന്ദർശിച്ചതും മറ്റും ഇന്നും പലരുടെയും മനസ്സിലുണ്ടാകും. സബർമതി തീരത്ത് ഊഞ്ഞാല് കെട്ടി ആടിയിരുന്ന ചൈനീസ് പ്രീമിയറിന്റെ മുഖവും നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് ചൈനയ്ക്ക് ഒരേ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ മുമ്പിൽ വെക്കാൻ. അവരുടെ ചൈന പാക് എക്കണോമിക് കോറിഡോർ CPEC അത് കടന്നു പോകുന്നത് അക്സായ് ചിന്നിലൂടെയാണ്, POKയിലൂടെയാണ്. അതിനെ എതിർക്കരുത്, അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കരുത്. ഇതായിരുന്നു ചൈനയുടെ നിലപാട്, ചൈനയുടെ ആവശ്യം. നരേന്ദ്രമോദി എടുത്തത് ഘടകവിരുദ്ധമായ നിലപാടാണ്. അക്സായ് ചിന്നും POKയും ഇന്ത്യയുടെ ഭൂപ്രദേശമാണ്, ഇന്ത്യയുടെ ഭൂമിയാണത്. അതിലൂടെ ചൈന റോഡ് വെട്ടാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ തടയും. അത് സ്ഥായിയായിരിക്കുകയില്ല. ചൈനയ്ക്ക് അതുകൊണ്ട് നഷ്ടമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യ അനുവദിക്കുന്ന പ്രശ്നമില്ല. പാകിസ്ഥാന്റെ അനുമതി വാങ്ങിക്കൊണ്ട് POKയിലോട് കൂടി റോഡ് വെട്ടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി. നമുക്കറിയാം, ചൈനയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് CPEC. ഡ്രീം പ്രൊജക്റ്റാണ്. ചൈനയ്ക്ക് പടിഞ്ഞാറൻ തീരത്ത് അറേബ്യൻ സീയിലേക്ക് ഒരു ഗേറ്റ് വേ ഇല്ല, ഒരു വാതിൽ തുറന്നു കിട്ടിയിട്ടില്ല. പണ്ട് അവർ ശ്രീലങ്ക കേന്ദ്രീകരിച്ച് ഒരു തുറമുഖം തുടങ്ങാനുള്ള ശ്രമം നടത്തിയിരുന്നു. അവിടുത്തെ ഭരണസ്ഥിരതയില്ലായ്മയും രാഷ്ട്രീയ പ്രശ്നങ്ങളും കൊണ്ട് ചൈനയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരിക്കൽ അനുമതി നൽകി, അതിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ പുതിയ സർക്കാർ വന്നു, അത് റദ്ദാക്കാൻ തീരുമാനിച്ചു, തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികൾ ശ്രീലങ്കയിൽ ചൈന നേരിട്ടു. അതിൽ ഇന്ത്യക്ക് ഒരു റോളുമുണ്ട്, അത് ചൈനയ്ക്കറിയാം. ശ്രീലങ്കയിൽ നിന്ന് ചൈനയെ കെട്ടിക്കാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആള് ഇന്ത്യ ആയിരുന്നു എന്ന് അവർക്കറിയാം. അതിനുശേഷമാണ് ചൈന പടിഞ്ഞാറൻ തീരത്ത് അറേബ്യൻ സീയില്
ഒരു വലിയ തുറമുഖം തുടങ്ങി, ഗോഡർ തുറമുഖം. 2016 അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. നവാസ് ഷെരീഫാണ് ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്ട് 2292 ഏക്കർ ഭൂമിയാണ് പാകിസ്ഥാൻ ചൈനയ്ക്ക് ലീസിന് കൊടുത്തിട്ടുള്ളത്, പാട്ടത്തിന് കൊടുത്തിട്ടുള്ളത്. കോടിക്കണക്കിന് ഉറുപ്പിക അവിടെ ചെലവാക്കിയിട്ടുണ്ട്. 130 മില്യനാണ് ആദ്യം തുറമുഖത്തിന് വേണ്ടി ചെലവാക്കിയത്. അതിനോട് ചേർന്നൊരു കൽക്കരി പ്ലാന്റ് തുടങ്ങി. അതിന് ഏതാണ്ട് 360-400 മില്യൺ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ കോടാനുകോടി ഉറുപ്പിക ഇതിനകം തന്നെ പാകിസ്ഥാനില് ചൈന ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ തുറമുഖം കൊണ്ട് അവർ ലക്ഷ്യമിടുന്നത് എന്താ? ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങള് പടിഞ്ഞാറൻ തീരത്തു കൂടി ലോകം മുഴുവൻ എത്തിക്കണം. അതിനാണ് ഈ ഗോഡർ തുറമുഖം തന്നെ അവർ തുടങ്ങിയത്. ആ ഗോഡർ തുറമുഖത്തേക്കാണ് ഈ ചൈന പാക് എക്കണോമിക് കോറിഡോർ ചെന്ന് എത്തുന്നത്. ചൈനയിൽ നിന്ന് തുടങ്ങി അക്സൈച്ചിൻ മുഖേന POK കടന്ന് ബെലോച്ചിലുള്ള ഗോഡർ തുറമുഖത്തേക്ക് ആ റോഡെത്തുന്നു. അതിന് 2017 ആദ്യത്തെ പ്രപ്പോസൽ അവരുടെ 2014 മറ്റോ ചൈനയുടെ പ്രപ്പോസൽ വരുന്നത്, 10 മറ്റോ. അന്ന് $46 ബില്യൺ ഈ CPECക്ക് വേണ്ടി ചൈന ഇയർമാർക്ക് ചെയ്തിരുന്നത്. 2017 അത് റിവ്യൂ ചെയ്തപ്പോ അതിന്റെ പണി പൂർത്തിയായില്ല. കാരണം പൂർത്തിയാവാതിരിക്കാനുള്ള കാരണം ഞാൻ വരാം. 2017 ആയപ്പോ അതിന് $62 ബില്യൺ ആയിട്ട് കൂടി. ഇന്നിപ്പോ $70-75 ബില്യൺ ഉണ്ടെങ്കിൽ പോലും പണി പൂർത്തിയാവാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാനും ചൈനയും ചെന്ന് നിൽക്കുന്നത്. അതിന് കാരണം ഇന്ത്യ എടുക്കുന്ന ശക്തമായ നിലപാട് തന്നെ. ഇന്ത്യയുടെ ഭൂപ്രദേശത്തു കൂടി ചൈനയ്ക്ക് റോഡ് വെട്ടാൻ ഇന്ത്യ അനുമതി നൽകില്ല എന്ന് വ്യക്തമാക്കി. ആ അനുമതി ചോദിച്ചിട്ടാണ് ചൈനീസ് പ്രീമിയർ 2 വട്ടം ഇന്ത്യയിൽ വന്നത്. 2014 ഇന്ത്യയിൽ വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഗുജറാത്തിൽ വെച്ചുള്ള കൂടിക്കാഴ്ച. പിന്നീട് 15-ലും 16-ലും 17-ലും ലോക നയതന്ത്ര മേഖലകളിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഇന്ത്യയുടെയും ചൈനയുടെയും രാഷ്ട്ര തലവന്മാർ തമ്മിൽ കണ്ടിട്ടുണ്ട്. UN-ലും അതുപോലെ തന്നെയുള്ള വേദികളിലും ഒക്കെ വെച്ചിട്ട് G20 മീറ്റിങ്ങുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ചൈനയ്ക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ, ഞങ്ങളുടെ പദ്ധതി നടപ്പിലാക്കാൻ ഇന്ത്യ കണ്ണടയ്ക്കണം. ഏറ്റവും ഒടുവിൽ 2019 ഒക്ടോബർ, കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ചൈനീസ് പ്രീമിയർ ചെന്നൈയിൽ വന്ന മഹാബലിപുരത്തെ കൂടിക്കാഴ്ച നമ്മൾ കണ്ടു. 1-to-1 മീറ്റിംഗ് ആയിരുന്നു പ്രാക്ടിക്കലി. ആ മീറ്റിംഗിൽ വെച്ചിട്ട് നമ്മളൊക്കെ വിചാരിക്കേണ്ടത് ചൈനയും ഇന്ത്യയും തമ്മിൽ ഏകദേശ ധാരണകൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ ധാരണകൾ. അതിന് തൊട്ടു മുമ്പ് 2019 ചൈനീസ് പ്രീമിയർ ഇന്ത്യയിൽ വരുന്നതിന്റെ തലേ വർഷം ഏപ്രിൽ 2018 വുഹാനിൽ വെച്ചിട്ട്, ചൈനയിലെ വുഹാനിൽ വെച്ചിട്ട് മോഡിയും ജീപ്പിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ഈ വുഹാനിലെ കൂടിക്കാഴ്ചയും മഹാബലിപുരത്തെ കൂടിക്കാഴ്ചയും സംബന്ധിച്ച ഒരു വിശദാംശങ്ങളും 2 രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പുറത്തു പറഞ്ഞിട്ടില്ല എന്നർത്ഥം. പക്ഷെ ഇവിടെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താ? മഹാബലിപുരത്തേക്ക് ചൈനീസ് പ്രസിഡന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് പാകിസ്ഥാനിലെ പട്ടാള മേധാവി അടക്കം ബീജിംഗിൽ വിളിച്ചു വരുത്തിയിരുന്നു. അതിനുശേഷമാണ് ജീപ്പിങ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടത്. ഇന്ത്യയുമായിട്ടുള്ള ചർച്ച, മോഡിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം തിരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന് ഇന്നിപ്പോ ആകെ ഒരാവശ്യമേ ഉള്ളൂ, തന്റെ സ്വപ്ന പദ്ധതി നടപ്പിലാക്കണം. CPEC, ചൈന പാക് എക്കണോമിക് കോറിഡോർ ഭംഗിയായിട്ട് നടപ്പിലാക്കണം. പക്ഷെ അത് പോകേണ്ടത് ഏതിലെയാ?
ഇന്ത്യയിൽ നിന്ന് ചൈന കൈവശപ്പെടുത്തിയ അക്സായ് ചിൻ ഭൂപ്രദേശം. ചൈനയിൽ നിന്ന് അക്സായ് ചിനിലേക്കാണ് കടക്കുന്ന റോഡ്. അവിടുന്ന് നേരെ ഈ റോഡ് വരുന്നത് ഗിൽജിത് ബാൾട്ടിസ്ഥാനിലേക്കാണ്. അതും ഇന്ത്യയുടെ ഭൂപ്രദേശമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഗഡർ പോർട്ട് നിൽക്കുന്ന എവിടെയാ? ബലൂച്ചില്. ബലൂച്ചിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടോ? ഇന്ന് പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര കലാപം നടക്കുകയാണ്. ബലൂച്ച് ഇൻഡിപെൻഡന്റ് ആർമി, ബലൂച്ചിന്റെ പേരിൽ ഒരു സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭം തന്നെ നടക്കുന്നു. അതിന് കാരണം എന്താണ്? 1947 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജനം നടക്കുന്ന സമയത്ത് ഈ ബലൂച്ച് എന്ന് പറയുന്ന പ്രവിശ്യ നാട്ടുരാജ്യം പാകിസ്ഥാന്റെ കൂടെ പോകാൻ തയ്യാറല്ലായിരുന്നു. അവർ സ്വതന്ത്രമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. അന്ന് പാകിസ്ഥാൻ ഒരുപാട് സമ്മർദ്ദം ചെലുത്തി, മൗണ്ട് ബാറ്റൻ ഉൾപ്പെടെ. മൗണ്ട് ബാറ്റൻ അന്ന് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ബലൂച്ചുകാരനെ പാകിസ്ഥാനിൽ ലയിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ 1948 അവിടുത്തെ രാജാവ് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ഇന്ത്യയിൽ ലയിക്കാൻ പോവുകയാണ്. ആ പ്രഖ്യാപനത്തിന്റെ തൊട്ട് പിന്നാലെ പാകിസ്ഥാൻ പട്ടാളം വന്ന് ബലൂച്ചിലെ രാജാവിനെ അദ്ദേഹത്തിന്റെ അനുജനെ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ നിർബന്ധിച്ച് വഴിവിട്ട നിലയ്ക്ക് തെറ്റായ മാർഗത്തിലൂടെ നയതന്ത്ര സമീപനങ്ങൾ ലംഘിച്ചുകൊണ്ട് ബലൂച്ചിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കുകയാണ് ചെയ്തത്. ഇന്നും ബലൂച്ച് ഇന്ത്യയുടെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവിടെയുള്ള ജനത. അവര് സ്വതന്ത്ര രാഷ്ട്രമാകണം എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭം നടത്തുന്നുണ്ട്. അവരും പാകിസ്ഥാൻ പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് പതിവായിട്ട്. ആ ആഭ്യന്തര കലാപത്തിന്റെ പിന്നിലുള്ളത് ഇന്ത്യയാണ് എന്നൊരു തോന്നലും വ്യാപകമായിട്ടുണ്ട്. അവിടെ ഇന്ത്യക്ക് ഒരു റോളും ഇല്ല എന്ന് ഇന്ത്യ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ബലൂച്ച് കലാപകാരികളെ, ബലൂച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ട് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ആകാശവാണി നിലയങ്ങളിൽ നിന്ന് ബലൂച്ച് ഭാഷയില് പതിവായിട്ട് വാർത്തകൾ ഉള്ളതും കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കണം. കാരണം ബലൂച്ചിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ വാർത്തകള് അവരിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ആകാശവാണിയാണ്. അപ്പോ ഇങ്ങനെ ഇത്തരത്തിലുള്ള ചില നടപടികൾ നടക്കുന്നത് കൊണ്ട് ഈ ഗോഡ് തുറമുഖം പോലും സ്വതന്ത്രമായിട്ട് നിൽക്കണമെങ്കിൽ ബലൂച്ച് സമാധാനപരമാകണം. ബലൂച്ച് സമാധാനപരമാകണമെങ്കിൽ ഇന്ത്യ തൃപ്തിപ്പെടുത്തണം. ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ചൈനയുടെ മുന്നിലുണ്ട്. അത് ചൈനയ്ക്ക് ബോധ്യമായിട്ടുണ്ട്. നരേന്ദ്രമോദി അത് ചൈനയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെല്ലാം ഇപ്പൊ ബോർഡറിലെ നമ്മുടെ ഭൂട്ടാനിലെ പ്രശ്നം നമുക്കറിയാം. ഭൂട്ടാനില് നേരത്തെ ഭൂട്ടാൻ അതിർത്തിയില് ചൈനീസ് ഡോക്ലാമില് ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ശ്രമിച്ച ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അടുത്ത കാലത്തുണ്ടായതാണ്. ഇന്ത്യൻ സൈന്യം അതിനെ ചെറുത്തു തോൽപ്പിച്ചു. സംഘർഷം ഒഴിവായി. ആ പ്രശ്നം അതിനുശേഷമാണ് വുഹാനില് മോഡിയും ജിൻപിങ്ങും തമ്മിൽ കണ്ടത്. അന്നൊരു ധാരണയുണ്ടാക്കി, ഏതെങ്കിലും ഇന്ത്യൻ അതിർത്തിയില്, ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതത് മേഖലയിലുള്ള സൈനിക തലവന്മാര് അത് പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കണം. ഒരു കാരണവശാലും സംഘർഷത്തിലേക്ക് അത് കടന്നുകൂടാ. അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്താൻ ചൈന തയ്യാറായി എന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ വുഹാനിന് ശേഷം, അതായത് 2018 ശേഷം കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. അതിർത്തികൾ സംബന്ധിച്ച് ചില തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉയരാറുണ്ടെന്നുള്ളത് ശരിയാണ്.
പക്ഷെ ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് വന്നിട്ടില്ല. കാരണം ഇന്ത്യയുടെ ശക്തി ചൈനയ്ക്ക് മനസ്സിലായി എന്നതും അതിൽ പ്രധാനമാണ്. വേറൊരു കാര്യമുള്ളത്, ഈ അടുത്ത ദിവസം സിക്കിമിൽ ഒരു സംഘർഷം ഉണ്ടായി. സിക്കിം അതിർത്തിയിൽ ചൈനീസ് പട്ടാളവുമായിട്ട് തന്നെയാണ്. പക്ഷെ മണിക്കൂറുകൾക്കകം അത് സെറ്റിൽ ചെയ്യാൻ രണ്ട് രാജ്യത്തെയും സൈനിക മേധാവിമാർക്കായി, അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള സൈനിക തലവന്മാർക്കായി. വുഹാനിലുണ്ടായ ധാരണ ഇതിപ്പോ നടപ്പിലാകുന്നുണ്ടെന്നാ അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാ ചൈന അതിന് തയ്യാറാകുന്നത്? ഞാൻ വിചാരിക്കുന്നത് POK ഇന്ത്യയുടേതാകുന്നതിനെ പോലും ചൈന ഇന്ന് സഹായിക്കും, അതിനെ പിന്തുണയ്ക്കും. അതിനു വേണ്ടി ഇന്ത്യക്കൊപ്പം ചൈന നിൽക്കാൻ തയ്യാറാകും. ചില സമയത്തിന്റെ കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ അതിനു വേണ്ടി പോകേണ്ടി വന്നേക്കാം മുന്നോട്ട്. പക്ഷെ ചൈനയുടെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അവരുടെ വ്യാപാര വാണിജ്യ വ്യവസായ മോഹങ്ങള് പൂവണിയണമെങ്കിൽ, ചൈനയുടെ ഭാവി സംബന്ധിച്ചുള്ള ആഗ്രഹങ്ങൾ നടപ്പിലാകണമെങ്കിൽ ഇന്ത്യക്ക് കീഴടങ്ങിയേ തീരും. ഇന്ത്യയുടെ അനുമതിയോടുകൂടി മാത്രമേ അവരുടെ സ്വപ്ന പദ്ധതി നടപ്പിലാക്കാൻ കഴിയൂ എന്നത് ചൈനയെ ബോധ്യമാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിലോ നമ്മുടെ നാട്ടില് സാധാരണ കാണാറില്ലേ, ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചു, അപ്രോച്ച് റോഡില്ല. അപ്രോച്ച് റോഡ് പണിതു, ഓവർ ബ്രിഡ്ജ് ഇല്ല. റോഡ് നിർമ്മിച്ചു, പാലമില്ല. പാലം നിർമ്മിച്ചു, പകരം അതിന് കണക്ഷനുള്ള റോഡില്ല. അങ്ങനെയൊക്കെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേ അവസ്ഥയിലാണെന്ന് ചൈന ചെന്ന് പെട്ടിരിക്കുന്നത്. ആ തുറമുഖത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക അവര് ഇൻവെസ്റ്റ് ചെയ്തു. പ്രവർത്തനക്ഷമമല്ല. അവിടേക്ക് സാധനം എത്തിച്ചാലല്ലേ കയറ്റുമതി ചെയ്യാൻ പറ്റുള്ളൂ. അവിടേക്ക് ഇറക്കുമതി ചെയ്താൽ ചൈനയിലേക്ക് എത്തിക്കാൻ എന്താ കഴിയുക, എങ്ങനെ പോകാൻ കഴിയുക? അപ്പൊ ആ പ്രതിസന്ധി ചൈനയെ വേട്ടയാടുന്നുണ്ട്. അത് നരേന്ദ്രമോദി ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇന്ത്യയുടെ POK ഓപ്പറേഷന് ചൈനയുടെ മൗന സമ്മതമുണ്ടാകും. ചൈന ഇന്ത്യക്കൊപ്പം നിന്നേ പറ്റുള്ളൂ ചൈനയ്ക്ക്. നമസ്കാരം.